അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമലേഖനം എഴുതുകയാണ്. ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ബഷീർ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പ്രേമലേഖനം എഴുതുന്ന മത്സരമാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് പ്രേമലേഖനം എഴുതുകയാണ്. അവസാനം ഇത് എല്ലാവരും കൂടി എക്സ്ചേഞ്ച് ചെയ്ത് വായിക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. സെപ്റ്റംബർ 1 എത്രയും പ്രിയപ്പെട്ട നിനക്ക്. ഈ കത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരില്ലായിരിക്കാം. പക്ഷേ ഞാൻ ഇന്ന് ഓരോ വാക്കും നീ വായിക്കുന്നതായി സങ്കല്പിച്ചാണ് എഴുതുന്നത്. ഞാൻ മാത്രമല്ല അവരെല്ലാവരും നിന്റെ മൃദുലമായ കൈകൾ കറന്നുകൊണ്ട് ക്യാമ്പസിൽ നടക്കണമെന്ന് എന്നിട്ട് പ്രണയം ഒരു മത്സരമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എങ്കിലും നിനക്ക് ഒരു പ്രണയലേഖനം എഴുതുന്നത് ഒരു മത്സരമാണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഞാൻ എഴുതാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്തെഴുതണമെന്ന് എനിക്ക് അറിയില്ല. ഒരു പക്ഷേ ഈ കത്ത് വായിച്ചു കഴിയുമ്പോൾ നിനക്ക് പൈലിയായി തോന്നും. പക്ഷെ നീ അറിയാതെ തന്നെ നീ എന്റെ ജീവിതത്തിൽ ഒരു മനോഹരമായ അധ്യായം ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വ്ളോഗ്. ഇനി ഈ ലവ് ലെറ്റേഴ്സ് ഒക്കെ ഏതൊരു തപാൽ പെട്ടി കൊണ്ടിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ